ഒരിക്കൽ രാജസ്ഥാനിലെ മരുഭൂമിക്കാറ്റ് സന്ധ്യയുടെ ചുവന്ന വെളിച്ചവുമായി ചേർന്ന് ജയ്പൂരിന്റെ കൊട്ടാരങ്ങളെ തഴുകിക്കൊണ്ടിരുന്നു. ആകാശത്ത് ഒന്നൊന്നായി നക്ഷത്രങ്ങൾ തെളിഞ്ഞു. എന്നാൽ അവയെ നോക്കി വിസ്മയപ്പെടുന്ന ഒരു രാജാവ് കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ നക്ഷത്രങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവ്. അതായിരുന്നു മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ. സമയം കൃത്യമായി അറിയാൻ കഴിയുമോ? സൂര്യന്റെയും ചന്ദ്രന്റെയും യാത്ര കണക്കാക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ജ്യോതിശാസ്ത്ര കണക്കുകളിൽ പല തെറ്റുകളും അദ്ദേഹം കണ്ടെത്തി. ചെറിയ ലോഹോപകരണങ്ങൾക്ക് പകരം ആകാശത്തെ അളക്കാൻ ഭൂമിയെ തന്നെ ഉപകരണമാക്കണമെന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു. അങ്ങനെ കല്ലും മാർബിളുകളും ഉപയോഗിച്ച് ഭീമാകരമായ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 1728 ജയ്പൂരിൽ ആരംഭിച്ച ഈ മഹത്തായ നിർമ്മാണം 1734 പൂർത്തിയായി. അതാണ് ലോകമിന്ന് ജന്തർ മന്തർ എന്ന പേരിൽ അറിയുന്ന അത്ഭുതം. യന്ത്രം എന്ന സംസ്കൃത പദവും മന്ത്രണ എന്ന പദവും ചേർന്നാണ് ജന്തർ മന്തർ എന്ന പേരുണ്ടായത്. അതിനർത്ഥം കണക്ക് കൂട്ടാനുള്ള ഉപകരണം എന്നാണ്. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം സമ്രാട് യന്ത്രം എന്ന ഭീമൻ സൂര്യഘടികാരത്തിൽ പതിക്കുമ്പോൾ മണിക്കൂറുകൾ മാത്രമല്ല, മിനിറ്റുകളെയും അത്ഭുതകരമായ കൃത്യതയോടെ അത് സൂചിപ്പിക്കുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൽ സൂര്യഘടികാരമാണിത്. ജന്തർ മന്തറിൽ ആകെ 19 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ലക്ഷ്യം: സമയം കണ്ടെത്തുക, ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നിരീക്ഷിക്കുക, ഗ്രഹണങ്ങൾ പ്രവചിക്കുക, ആകാശത്തിന്റെ ചലനം മനസ്സിലാക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കൃത്യതയുള്ള ശാസ്ത്രീയ നിരീക്ഷണ കേന്ദ്രം ലോകത്ത് വളരെ അപൂർവമായിരുന്നു. ജയ്സിംഗ് രാജാവ് ജയ്പൂരിൽ മാത്രമല്ല, ഡൽഹി, ഉജ്ജയിൻ, വാരണാസി, മധുര എന്നീ നഗരങ്ങളിലും സമാനമായ നിരീക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു. അവയിൽ ജയ്പൂരിലെ ജന്തർ മന്തറാണ് ഏറ്റവും വലുതും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടതും. കാലം കടന്നുപോയി, രാജാക്കന്മാർ മാറി, സാമ്രാജ്യങ്ങൾ തകർന്നു. എന്നാൽ ജന്തർ മന്തർ ഇന്നും ഉറച്ചു നിൽക്കുന്നു. 2010 ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ശാസ്ത്രവും വാസ്തുവിദ്യയും കലയും ഒരുമിച്ചു ചേരുന്ന അപൂർവ സൃഷ്ടി എന്ന നിലയിലാണ് അതിന് ഈ ബഹുമതി ലഭിച്ചത്. ഇങ്ങനെയാണ് നക്ഷത്രങ്ങളെ വായിച്ച രാജാവിന്റെ അത്ഭുതമായി തീർന്ന ജന്തർ മന്തർ ഒരു വലിയ ചരിത്രമായി മാറിയത്.